ഓരോ നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ മാറിമറിഞ്ഞ ഒരു കാലാവസ്ഥ കേരളത്തിനുണ്ടാകുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഒരുപാട് കൗതുകങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് ഭൂതക്കണ്ണാടി. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ച ഇന്നത്തേക്കാൾ വളരെ സജീവമായി വരുന്നൊരു കാലഘട്ടമാണ് 1987. കെ കരുണാകരൻ സർക്കാർ വിവാദങ്ങളിലും ആരോപണങ്ങളിലും മുങ്ങിപ്പോയതുകൊണ്ട് LDF അധികാരത്തിലേറുമെന്ന് ഏറെക്കുറെ ഏതാണ്ട് ഉറപ്പായിരുന്നു. ബദൽ രേഖയിൽ CPIM പുറത്താക്കിയ MP രാഘവൻ പാർട്ടിയെ വെല്ലുവിളിച്ച് നിയമസഭ കണ്ട തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 1987 നടന്നത്. സംഭവബഹുലമായ ആ തെരഞ്ഞെടുപ്പിലേക്കാണ് ഭൂതക്കണ്ണാടി പിടിക്കുന്നത്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി നാടു ഭരിക്കും. രാഷ്ട്രീയ കേരളം മറക്കാത്ത മുദ്രാവാക്യം മുഴങ്ങിയ തിരഞ്ഞെടുപ്പ് കാലം. 1987 മാർച്ച് 23 നിയമസഭാ തിരഞ്ഞെടുപ്പ്. രാജീവ് ഗാന്ധിയും LK അദ്വാനിയും രാമകൃഷ്ണ ഹെഗ്ഡെയും ഉൾപ്പെടെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ കളം നിറഞ്ഞു. 140 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 80% പോളിംഗ്. തെരഞ്ഞെടുപ്പ് ദിനം വൈകിട്ട് EK നായനാർ മത്സരിച്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ചീമേനിയിൽ നാടിനെ നടുക്കിയ സംഭവം. CPIM ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ സംസ്ഥാനത്തുടനീളം അക്രമ സംഭവങ്ങൾ ആ തിരഞ്ഞെടുപ്പിലുണ്ടായി. മാർച്ച് 14 ഫലപ്രഖ്യാപനം. 76 സീറ്റുമായി LDFന് ഭൂരിപക്ഷം. ഐക്യജനാധിപത്യ മുന്നണിക്ക് 61 സീറ്റ്. കേരളം കാത്തിരുന്ന ഫലം കണ്ണൂർ അഴീക്കോടിലേതായിരുന്നു. CPIM പുറത്താക്കിയ MV രാഘവൻ UDF പിന്തുണയിൽ CPIMലെ EP ജയരാജനെ പരാജയപ്പെടുത്തി. 1389 വോട്ടിനായിരുന്നു MVRന്റെ ജയം. 1970-കളിൽ നിയമസഭയിൽ എത്തിയത് മുതൽ 1987 വരെയൊക്കെ ഏതാണ്ട് 2 പതിറ്റാണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിതാന്ത ശത്രുവായിരുന്നു MP രാഘവൻ. മുസ്ലിം ലീഗിന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഭരണത്തിലാണെങ്കിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരെ ഇരുത്തി പൊറുപ്പിച്ചിട്ടില്ല. അപ്പോൾ CH മുഹമ്മദ് കോയ മുതൽ ഇങ്ങോട്ട് E അഹമ്മദ്, UA ബീരാൻ തുടങ്ങിയ മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റിക്കലായിരുന്നു നിയമസഭയിലിട്ടിട്ട്. നിയമസഭയിൽ മാത്രമല്ല പുറത്തുള്ള പ്രസംഗവേദികളിലും MV രാഘവൻ്റെ നാവ് മുസ്ലിം ലീഗിനെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും CPIMൽ നിന്ന് പുറത്താവുകയും MV രാഘവനെ CPIMകാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തപ്പോൾ കണ്ണൂർ ജില്ലയിലെ സ്വന്തം മണ്ഡലമായ അഴീക്കോട് രാഘവന് ഒഴിഞ്ഞുകൊടുത്ത് രാഘവനെ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിച്ച് UDFൻ്റെ മന്ത്രിസഭയിലെത്തിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അന്ന് ചെയ്തത് CPIMൻ്റെ ആയുധപ്പുരയിലെ ഏറ്റവും നല്ല ആയുധം എടുത്തിട്ട് CPIMനെതിരെ ഉപയോഗിക്കുക എന്ന തന്ത്രമായിരുന്നു. സർക്കാരിനെ ആര് നയിക്കും എന്ന ചോദ്യം സജീവമായി. KR ഗൗരിയമ്മയെന്ന് പലരും കരുതി. പക്ഷേ EK നായനാരെ CPIM മുഖ്യമന്ത്രിയാക്കി. ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് കേൾക്കുമ്പോൾ കേരളത്തിന് കാര്യമായിട്ട് ഓർമ്മ വരിക ആലപ്പുഴയിൽ നിന്നുള്ള 2 വനിതാ നേതാക്കളെയാണ്. ഒന്ന് AKGയുടെ ജീവിത പങ്കാളിയായ സുശീല ഗോപാലന്, അതേപോലെ തന്നെ TV തോമസിൻ്റെ ജീവിത പങ്കാളിയായിരുന്ന KR ഗൗരിയമ്മയെ. ഇതിൽ ഗൗരിയമ്മ രാഷ്ട്രീയ നേതാവ് എന്നതിലപ്പുറം ഒരു മന്ത്രി എന്ന തരത്തിൽ ഭരണ നൈപുണ്യവും കാണിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം ഇങ്ങനെ പ്രചരിച്ചപ്പോൾ, അത് വല്ലാത്ത തരത്തിൽ പ്രചരിക്കുക മാത്രമല്ല വല്ലാത്ത തരത്തിൽ അതിങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ തന്നെ CPIM അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇലക്ഷൻ കഴിയുന്നവരെ അത് പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ അതുകൊണ്ട് നല്ല ഇളക്കവുമുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPIMൻ്റെ ഒരു ഘടകത്തിലും അങ്ങനെ ഒരു ചർച്ചയേ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയ ഉടനെ അവർ നായനാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. അതിനുശേഷം കേരളത്തിലിങ്ങോട്ട് ഒരു വനിതാ നേതാ മുദ്രാവാക്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുമില്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയായ K സുധാകരൻ തലശ്ശേരിയിലും G സുധാകരൻ അമ്പലപ്പുഴയിലും അന്ന് തോറ്റു. കണ്ണൂർ AKG ആശുപത്രിയുമായി ബന്ധപ്പെട്ട തർക്കം നിയമസഭയിൽ കയ്യാങ്കളിക്കിടയാക്കി. MV രാഘവനെ CPIM അംഗങ്ങൾ കയ്യേറ്റം ചെയ്തു. ബൊഫോഴ്സ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലായി. മണ്ഡൽ പ്രക്ഷോഭവും അയോധ്യയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേശീയ രാഷ്ട്രീയം കലുഷിതം. സാക്ഷരതായജ്ഞം, പൊതുവിതരണ സംവിധാനം തുടങ്ങിയവ ഇടത് സർക്കാരിന്റെ ജനപ്രീതി ഉയർത്തി. ജില്ലാ കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലെ വിജയം, കോൺഗ്രസിനോടുള്ള മുസ്ലിം ലീഗിന്റെ അതൃപ്തി, അങ്ങനെ പല ഘടകങ്ങൾ
LDFന്റെ ആത്മവിശ്വാസമുയർത്തി. ആ ഘട്ടത്തിൽ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ തുടർഭരണമെന്ന് കണക്കുകൂട്ടൽ. കാലാവധി പൂർത്തിയാക്കാൻ 1 വർഷം ശേഷിക്കെ നായനാർ മന്ത്രിസഭ രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിട്ടു. എന്നാൽ LDFന്റെ കണക്കുകൂട്ടലുകൾ തകിടം മറിഞ്ഞു. അത് വേറെ വലിയ കഥ. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.